സ്നേഹപ്പെട്ട എല്ലാവർക്കും ദിനത്തിലേക്ക് സ്വാഗതം. യഹൂദ പുരോഹിതൻ്റെ ആയുഷ്കാലമൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായി ചെയ്തു. 2 ദിനവൃത്താന്തം 22 അധ്യായം 2 വാക്യം. യഹൂദ എന്ന പേര് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എന്നിട്ടും അത് ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെ പര്യായമായാണ്. ഭരണത്തിൻ്റെ ഭൂരിഭാഗം സമയം രാജാവായി ഭരിച്ച യഹോദായ്ക്ക് നന്ദി. യോവാശ് രാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം മഹാപുരോഹിതനായി സേവനമനുഷ്ഠിച്ചു. യോവാശിന് വെറും 7 വയസ്സുള്ളപ്പോൾ അവനെ നിയമാനുസൃത രാജാവായി വാഴിക്കുമെന്നതിൽ യഹൂദയായിരുന്നു പ്രേരകം. 2 രാജാക്കന്മാർ 11-16 വാക്യങ്ങൾ. എന്നാൽ ഇത് അധികാരം പിടിച്ചെടുക്കലായിരുന്നില്ല. യോവാശിൻ്റെ കിരീടധാരണ വേളയിൽ യഹോയാദ അവർ യഹോവയുടെ ജനമായിരിക്കണമെന്നും യഹോയാദ യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. ഏറ്റവും ആവശ്യമായിരുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലായിക്കൊണ്ട് അവൻ വാക്കുപാടിച്ചു. അവർ യഹോദായുടെ കാലത്തൊക്കെയും ഇടപെടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു. 2 ദിനവൃത്താന്തം 24-14 വാക്യം. അവന് സമർപ്പണം ഹേതുവായി യഹോദായെ ദാവീദിൻ്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു. ഈ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ദിശയെ എങ്ങനെ വിരിക്കും? എന്തു മാറ്റം വരുത്തുന്നതിന് നിങ്ങളെ സഹായിക്കാനാണ് ദൈവത്തോട് അപേക്ഷിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ക്ഷണികമായ കാര്യങ്ങൾക്ക് പകരം എൻ്റെ ജീവിതത്തിനായി അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളുടെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. എല്ലാവർക്കും 15